ആദ്യം സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട ഒരു ചോദ്യമാണ് ഇത്. ചോദ്യം ഉന്നയിച്ചത് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ ആരംഭിച്ച നോ കിങ് പ്രക്ഷോഭങ്ങളിൽ ട്രംപിനെ പരിഹാസരൂപേണ വിമർശിച്ചുകൊണ്ടാണ് ഖമനേയിയുടെ ചോദ്യം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചുവെന്നും ഇറാനുമായി ആണവ ചർച്ച പുനരാരംഭിക്കും എന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനകൾക്കുള്ള മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഖമനേയിയുടെ പരിഹാസം. ട്രംപിന് കഴിവുണ്ടെങ്കിൽ സമരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് ഖമനേയി എക്സ് പോസ്റ്റിലൂടെ പരാമർശിച്ചത്. യുഎസിൽ ഉടനീളം വിവിധ സംസ്ഥാനങ്ങളിലായി 70 ലക്ഷത്തോളം ആളുകളാണ് ട്രംപിനെതിരെ നോ കിങ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. നിങ്ങൾക്ക് അത്ര കഴിവുണ്ടെങ്കിൽ ആ സമരക്കാരെ ആദ്യം ശാന്തരാക്കുക, അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതുവരെ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ലോകത്ത് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഇറാന് ആണവശേഷിയും ആണവ വ്യവസായവും ഉണ്ടോ ഇല്ലയോ എന്നത് എന്തിനാണ് US അന്വേഷിക്കുന്നത് എന്നീ ചോദ്യങ്ങളാണ് ഖമനേയി മുന്നോട്ട് വെച്ചത്. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച പുനരാരംഭിക്കുന്നതിനുള്ള ട്രംപിന്റെ ക്ഷണം ഇറാൻ നിരസിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖമനേയി US സമരങ്ങളുടെ പേരിൽ ട്രംപിനെ വിമർശിച്ചും പരിഹസിച്ചും രംഗത്തെത്തിയത്. നോ കിങ് സമരങ്ങളുടെ ചിത്രങ്ങൾ കൂടി പങ്കിട്ടുകൊണ്ടാണ് ഖമനേയിയുടെ വിമർശനം എന്നത് ശ്രദ്ധേയം. നേരത്തെ ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ആയത്തുള്ള അലി ഖമനേയി നിരസിച്ചിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദവും അദ്ദേഹം തള്ളിക്കളഞ്ഞു. അതിരൂക്ഷ വിമർശനങ്ങളാണ് ഖമനേയി ഉയർത്തിയത്. ഒരു രാജ്യം ആണവ വ്യവസായം നടത്തുന്നതിൽ അമേരിക്കയ്ക്ക് എന്തിനാണ് അസഹിഷ്ണുതയെന്നും ലോകത്ത് അമേരിക്കയ്ക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്നുമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഖമനേയി ഉന്നയിച്ചിരുന്നത്. ആണവ പദ്ധതി സംബന്ധിച്ച് ജൂണിൽ ഇറാനും US-ഉം 5 വട്ടം ചർച്ചകൾ പൂർത്തിയാക്കിയപ്പോഴായിരുന്നു US ഇറാനെ ആക്രമിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി. ഈ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ ക്ഷണമാണ് ഖമനേയി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് US-ലെ 50 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നോ കിങ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ 70 ലക്ഷത്തോളം ആളുകൾ ട്രംപിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടിയേറ്റം, വിദ്യാഭ്യാസം, സുരക്ഷ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ ട്രംപിന്റെ നയങ്ങളെ ചോദ്യം ചെയ്താണ് ജനം തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതേസമയം സമരത്തിന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയുമുണ്ട്. പ്രതിഷേധം US-നെ വെറുക്കുന്നവർ നടത്തുന്നതാണ് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആരോപണം. ന്യൂയോർക്കിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് ഒരു മാർച്ച് നടന്നിരുന്നു. കൂടാതെ മറ്റ് നിരവധി ചെറു പട്ടണങ്ങളിൽ പ്രകടനങ്ങളും അരങ്ങേറി. ഷട്ട്ഡൌണിനെ തുടർന്ന് 3 ആഴ്ചയായി അടഞ്ഞുകിടക്കുന്ന വാഷിംഗ്ടണിലെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ആയിരങ്ങൾ പ്രകടനവുമായി എത്തി. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ആവശ്യങ്ങളാണ് മുദ്രാവാക്യങ്ങളായി തെരുവിൽ മുഴങ്ങുന്നത്. ഒപ്പം ട്രംപിന്റെ തലതിരിഞ്ഞ കുടിയേറ്റ നയങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി പിരിച്ചുവിടണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സമരത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ ഇടപെടലുകൾ. സമരത്തിനെതിരെ തന്നെ സ്വയം രാജാവായി ചിത്രീകരിക്കുന്ന AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ട്രംപ് മറുപടി നൽകിയത്. മറ്റൊരു വീഡിയോയിൽ രാജാവിന്റെ കിരീടം ധരിച്ച് വിമാനം പറത്തുന്നതും AI ഉപയോഗിച്ച് ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം പ്രതിഷേധം ആളിക്കത്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ മറ്റൊരു സംഭവം കൂടി വാർത്തയാവുന്നുണ്ട്. ഇറാനിലാണ്. അതായത് 1 വർഷം മുൻപ് നടന്ന ഒരു വിവാഹ ചടങ്ങിന്റെ പേരിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കായ ഇറാനിലെ യാഥാസ്ഥിതിക ഭരണകൂടം. 2 വർഷം മുൻപ് നടന്ന മറ്റൊരു സംഭവത്തിൽ ഹിജാബിന്റെ പേരിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ നേതൃത്വം നൽകിയ ഇറാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മകളുടെ വിവാഹ ചടങ്ങാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കെല്ലാം കാരണം. വിവാദമാകാനുള്ള കാരണവും മറ്റൊന്നല്ല. അന്ന് ഹിജാബ് ധരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു 20-കാരി കസ്റ്റഡിയിൽ മരിക്കുകയും അതിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും ചെയ്ത നേതാവിന്റെ മകളുടെ വസ്ത്രധാരണമാണ് ഇവിടെയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2024 നടന്ന വിവാഹ ചടങ്ങിൽ വധു പ്രത്യക്ഷപ്പെട്ടത് കൈയില്ലാത്ത ഗൗണും ഹിജാബ് ധരിക്കാതെയും തലമുടി മറക്കാതെയുമായിരുന്നു. നേരത്തെ ഒരൽപ്പം മുടി പുറത്തു കണ്ടതിന്റെ പേരിലാണ് ഇറാനിലെ മൊറാലിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്ത ജിന മഹസ അമിനി എന്ന പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടത്. അന്ന് അതിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ നേതാവിന്റെ മകളാണ് പാശ്ചാത്യ വേഷത്തിൽ വിവാഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ അടുത്ത സഹായിയും കർശനമായ ഹിജാബ് നിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ വാദിക്കുന്ന ഉദ്യോഗസ്ഥരുമായ
അലി ഷംഖാനിയുടെ മകളുടെ വിവാഹമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴി തുറന്നത്. മറ്റുള്ളവർക്ക് മേൽ ഹിജാബും സദാചാര നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്ന രാജ്യത്ത് അതിന് നേതൃത്വം നൽകുന്ന ഷംഖാനിയുടെ നടപടി ഇരട്ടത്താപ്പാണ് എന്നാണ് വിമർശനം. ഇറാനിലെ ഏറ്റവും മുതിർന്ന പ്രതിരോധ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഖമനിയുടെ വിശ്വസ്തനുമാണ് ഈ ഷംഖാനി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കാൻ വാദിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഷംഖാനി. ഒപ്പം ഇത്തരം നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്താൻ അക്രമാസക്തമായ മാർഗങ്ങളാണ് ഇദ്ദേഹം കൈക്കൊള്ളാറുള്ളതും. ഇവിടെ ഷംഖാനിയുടെ മകളും ഭാര്യയും വിവാഹദിനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തികച്ചും പാശ്ചാത്യ വേഷവിധാനത്തിലായിരുന്നു. ഇതാണ് വിമർശനങ്ങൾക്ക് ആധാരം. ടെഹ്റാനിലെ ആഡംബര ഹോട്ടലായ എസ്പിനാസ് പാലസ് ഹോട്ടലിലായിരുന്നു വിവാഹം നടന്നത്. വിവാഹം നടക്കുന്ന ഹാളിലേക്ക് മകളെ ആനയിച്ചു കൊണ്ടുവന്നതും ഷംഖാനിയായിരുന്നു. ലോ കട്ട് സ്ട്രാപ്ലെസ് വസ്ത്രമാണ് യുവതി ധരിച്ചിരുന്നത്. സുതാര്യമായ തല കഷ്ടിച്ച് മറയ്ക്കാവുന്ന നെറ്റ് മാത്രമായിരുന്നു ഹിജാബിന്റെ സ്ഥാനത്ത് അണിഞ്ഞിരുന്നത്. ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന തരത്തിലാണ് ഷംഖാനിയുടെ ഭാര്യയും വസ്ത്രം ധരിച്ചിരുന്നത്. മറ്റുള്ളവർക്ക് മേൽ സദാചാര നിയമം അടിച്ചേൽപ്പിക്കുന്ന നേതാവ് സ്വന്തം വീട്ടുകാരെ തിരുത്താത്തത് എന്താണ് എന്ന തരത്തിലാണ് വിമർശനം. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വിമർശനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്.